So 3, 2, 1. Let's welcome Big Boss team, Adila and Noora. യസപ്പൻ നൽകി നിറഞ്ഞ കൈയടികൾ നൽകി നിറഞ്ഞ കരഘോഷത്തോടു കൂടെ ആദിലയും നൂറയും നമ്മുടെ ഇന്നത്തെ ഇവന്റിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം ഗൈസ് പ്ലീസ്. സ്റ്റുഡിയോയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇതാ വന്നെത്തുന്നു ബിഗ് ബോസ് ടീം. നമ്മുടെ ഏവരുടെയും മനം കവർന്നിട്ടുള്ള രണ്ടുപേർ ആദില ആൻഡ് നൂറ. Sir, ഒന്ന് ഇറങ്ങിക്കാൻ പറ്റുമോ? ഇറങ്ങിക്കാൻ പറ്റുമോ? നമ്മുടെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൂട്ടിക്കൽ ജയചന്ദ്രൻ സാർ, അതുപോലെ ശോഭ ചേച്ചി. ഇതിനോട് സംസാരിക്കുന്നതിന് ഞാനൊരു മൈക്ക് കൈമാറണേ. അമ്പലപ്പടി ആർ യു റെഡി? യെസ്. നമസ്കാരം കോഴിക്കോടുകാരൻ. ഞാൻ കോഴിക്കോടാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഫസ്റ്റ് ഇനാഗുറേഷൻ ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി. മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ വരാനും ഇവിടുത്തെ ഒരു പാട്ടാവാനും ഭയങ്കര അധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ നാടായതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമസ്കാരം. കോഴിക്കോട്ടാണ് ഞങ്ങളിവിടെ ഒരു പ്രോഗ്രാമിന് വരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ വന്നപ്പോൾ നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ അടിച്ചിട്ടായിരുന്നു മുമ്പ് വന്നുകൊണ്ടിരുന്നത്. കാരണം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവരും മുന്നിലോടുകൂടി നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി നിൽക്കാൻ പറ്റിയത് ഞങ്ങൾ ഒത്തിരി സന്തോഷത്തിലാണ്. പിന്നെ ശ്രീയാൻസി മേക്ക് ഓവർ എന്ന് പറയുന്ന പുതിയൊരു സംരംഭത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇനാഗുറേഷൻ വരാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെയൊക്കെ സ്നേഹം കണ്ടിട്ട് ഒരു വീട് വെച്ചതൊക്കെ ഉണ്ട്. കോഴിക്കോട് വീടല്ലേ? വെച്ചിരുന്നോ? വെച്ച് തരുന്നില്ല, നമുക്ക് വെക്കാം. അപ്പൊ ഒത്തിരി സന്തോഷം. നിങ്ങൾ എല്ലാവരും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. കാണാം. അപ്പൊ ഈ നേരെ നമ്മള് മഹിമകളിലെ മുഖം കാണിച്ച് നല്ല നല്ല കഥാപാത്രങ്ങളെ നമുക്ക് വേണ്ടി സമ്മാനിച്ച് പ്രേക്ഷക മനസ്സുകൾ ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് ഇപ്പോൾ ഇതാ മൊബൈൽ സ്ക്രീനുകളിൽ നിന്നും സിനി സ്ക്രീനുകളിൽ നിന്നൊക്കെ മാറി ഇപ്പൊ എന്റെ കൺമുന്നിൽ നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് വന്ന് നിൽക്കുകയാണ്. ഭയങ്കര സുന്ദരനായിട്ട് കാണാൻ, ടിവിയിൽ കാണുന്ന പോലെയല്ല. അപ്പൊ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ കുറെ സ്വസ്ഥമായിട്ട് ഭർത്താക്കന്മാർക്ക് കഴിയായിരുന്നു എന്നൊരു വലിയൊരു ആഗ്രഹം എനിക്കുണ്ട്. കാര്യം ഒരമ്മ ഞാൻ ഏറ്റവും ബഹുമാനിച്ചിരുന്നത് എൻ്റെ അമ്മയാണ്. സ്ത്രീ എന്നത് വലിയ എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ എനിക്കും
കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അമ്മ സാധാരണ സ്ത്രീയായി, സർവമഹത്വവും പോയി. അതിനകത്ത് വേറെ കാര്യം ഞാൻ ഇതിൽ പറയാൻ കാരണം ഇതിന്റെ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല പറയുന്നത്. പക്ഷെ കുറെ പേരെ കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ്. പലരും പല രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളുമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ കൂട്ടുകാരന്മാരെന്ന് പറയുന്നത് എന്റെ ഐഡിയ ഉള്ളവന്മാരാണ്.